ഇന്ത്യയും അഫ്ഗാനും ഇറാനും ഒന്നിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് പാകിസ്ഥാനെതിരെ ഈ ശക്തികളെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കാൻ പോകുന്നു. ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? അല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനോട് ഒന്നിക്കുമ്പോൾ ഈ കോമ്പിനേഷൻ എങ്ങനെ വരുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇതിന് വളരെ കൃത്യമാണ്. കാരണം പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ടൊരു സൈനിക കരാറിൽ ഏർപ്പെടുന്നു. ഈ സൈനിക കരാർ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സൗദി ആക്രമിക്കുന്നതിന് തുല്യമാണ്, സൗദി തിരിച്ചാക്രമിക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന മന്ത്രിമാർ ഉൾപ്പെടെ പറയുന്നു, ഇന്ത്യ ഇനി പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ഇന്ത്യയെ ആക്രമിക്കും. സത്യത്തിൽ അങ്ങനെ നടത്താനുള്ള സാധ്യതയില്ല. കാരണം ഇന്ത്യ ഏറ്റവും അധികം എണ്ണ വാങ്ങിക്കുന്ന രണ്ടാമത്തെ വലിയ രാജ്യം സൗദി അറേബ്യ. അപ്പോൾ നമുക്ക് കാലങ്ങളായിട്ട് സൗദിയുമായിട്ട് ട്രേഡ് പാർട്ണർഷിപ്പ് ഉണ്ട്. അങ്ങനെയുള്ള സൗദി എന്തിനാണ് ഇപ്പോൾ ഈ രംഗത്തേക്ക് വന്നത്? സൗദിയുടെ ലക്ഷ്യം അമേരിക്കയാണ്. കാരണം ഇസ്രയേലിന് വേണ്ടിയിട്ട് ഒരു ഖത്തറിലെ ദോഹയിൽ ഒരു ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയ്ക്ക് ഈ ആക്രമണത്തെ തടയാം. കാരണം ഖത്തറിലാണ് അവരുടെ ഏറ്റവും വലിയ എയർബേസ് ഉള്ളത്, ഈ സൈനിക താവളം ഉള്ളത്. പക്ഷേ അവരൊന്നും ചെയ്തില്ല. അപ്പോൾ ആ മനസ്സിലായി അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധം വേണം. അങ്ങനെയാണ് പാകിസ്ഥാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പാകിസ്ഥാനിൽ നിന്ന് ആണവായുധങ്ങൾ കിട്ടിയാൽ അവർക്ക് കുറച്ച് പൈസ സൗദി കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നേയില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഇറാൻ ഇതിനകത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഇറാനിലെ ചാബഹാർ പോർട്ടിൽ $500 ദശലക്ഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. കാരണം ചാബഹാർ പോർട്ട് നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇറാൻ അത് നമുക്ക് തരാതിരിക്കാം, ചൈനയ്ക്ക് കൊടുക്കാം. പക്ഷേ ഇന്ത്യക്കാണ് അവർ തന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ ഇറാനെതിരായിട്ടുള്ള ഉപരോധം കൂട്ടുകയാണ്. ശരിക്കും ഇന്ത്യക്കെതിരായ താരിഫ് വർധനയുടെ ഭാഗമായിട്ടാണ് ഇറാനെതിരെയും താരിഫ് കൂട്ടുന്നത്. ഇറാനെതിരെ താരിഫ് കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ചാബഹാർ വഴി നടത്തുന്ന ഓരോ ഓപ്പറേഷനിലും നമുക്ക് വലിയ തോതിൽ നികുതി വർധന ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാൻ വഴി മധ്യേഷ്യ വഴി യൂറോപ്പിലേക്കുള്ള ഒരു പാത സൃഷ്ടിക്കുന്നതിലൂടെയുള്ള നേട്ടം ഇല്ലാതാക്കാം. ഇത് അവർ കൃത്യമായിട്ട് കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലക്ഷ്യം ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് കുറേ നാളായിട്ട് അകന്നു. പണ്ട് ഇമ്രാൻഖാൻ പാക് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഈ താലിബാൻ എല്ലാ സഹായമൊക്കെ ചെയ്ത് പാകിസ്ഥാനായിരുന്നു. പക്ഷേ ഭരണകൂടം മാറിയപ്പോൾ അഫ്ഗാൻ അവിടെ നിന്ന് മാറിയിട്ട് താലിബാൻ അമേരിക്ക 4 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പോകുമ്പോൾ അവരുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചൊക്കെയാണ് പോയത്. അവിടുത്തെ ബാഗ്രാം എന്ന് പറയുന്ന എയർബേസ് ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അതോടുകൂടി താലിബാൻ ഈ എയർബേസിൻ്റെ നിയന്ത്രണവും ഏറ്റെടുത്തു. അങ്ങനെ ഈ എയർബേസിൻ്റെ നിയന്ത്രണമുള്ള താലിബാനിൽ നിന്ന് ഇപ്പോൾ അത് തിരിച്ചു വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. ഇത് ഞങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് താലിബാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയും ആവശ്യമായിട്ട് വന്നാൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് മാറുമെന്നും പറയുന്നു. ഈ സമയത്ത് അമേരിക്ക പാകിസ്ഥാനെ മുമ്പിൽ വെച്ച് താലിബാനെ ചൊറിയുന്നു. അതായത് താലിബാൻ്റെ അതിർത്തി, അഫ്ഗാൻ്റെ അതിർത്തിയായ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ വലിയ സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇത് ശരിക്കും ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണെന്നൊക്കെയുള്ള വ്യാഖ്യാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ചൈനീസ് ആയുധം, തുർക്കി ആയുധമൊക്കെയാണെന്ന് മനസ്സിലായതോടുകൂടി പാകിസ്ഥാൻ്റെ തന്ത്രം പൊളിഞ്ഞു. ഇവിടെയാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത പുറത്തേക്ക് വരുന്നത്. കാരണം ഈ അഫ്ഗാനിസ്ഥാനിൽ വലിയ ഭൂകമ്പം, പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളാണ് മരുന്നും മറ്റ് അവശ്യ വസ്തുക്കൾ, ഫുഡ് ഉൽപ്പന്നങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനെ നമ്മൾ സഹായിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബാഗ്രാം എയർപോർട്ട് 1950കളിൽ USSR അധിനിവേശം നടത്താൻ അവിടെ ചെന്നപ്പോൾ ആ മേഖലയിൽ ഒരു എയർപോർട്ട് സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചു. പിന്നീട് കുറേ അറിയാണ്ട് 10 വർഷത്തോളം 1979 മുതൽ 89 വരെയുള്ള കാലഘട്ടത്തിൽ നജീബുള്ള സർക്കാരിൻ്റെ സമയത്തൊക്കെ ഇവരാണ് സഹായിച്ചത്. പിന്നീട് ഇവർ ഇതിൽ നിന്നൊക്കെ മാറി. അതിനുശേഷം അമേരിക്കയും നാറ്റോ സഖ്യവും അവിടെ വരുന്നു. 2001 മുതൽ അവിടെ വലിയ എയർപോർട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ ബാഗ്രാം എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക, കണ്ടോൺമെൻ്റ് ആണെന്ന് പറയാം. അതായത് പട്ടാളക്കാർ ഉൾപ്പെടുന്ന ഒരു നഗരം. അവിടെ കടകളുണ്ടാകും, എൻ്റർടൈൻമെൻറ്റിനുള്ള അവസരങ്ങളുണ്ടാകും, ജിംനേഷ്യം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു വലിയ സിറ്റി 60 കിലോമീറ്റർ ചുറ്റളവിൽ അമേരിക്ക സൃഷ്ടിച്ചു. 3 കിലോമീറ്റർ നീളമുള്ള 2 റൺവേ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾ, മറ്റ് വലിയ വിമാനങ്ങൾക്കെല്ലാം തന്നെ ഏത് നിമിഷവും അവിടെ പറന്നിറങ്ങാം. അങ്ങനെയുള്ള ഒരു വിമാനത്താവളം ബാക്കിയുള്ള സിറ്റിയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അമേരിക്ക പോയത്. ഈ പോയതിന് ശേഷം താലിബാൻ അഫ്ഗാൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു. എന്നിട്ട് 2024 ഈ താലിബാൻ അമേരിക്കൻ ആയുധങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവിടെ ഒരു പരേഡ് നടത്തി. സത്യത്തിൽ ഇത് അമേരിക്കൻ ആയുധങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പരേഡ് നടത്തിയപ്പോൾ അഫ്ഗാൻ്റെ ശക്തിയും ബോധ്യപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമിച്ചാൽ എല്ലാ പിന്തുണയും റഷ്യ നൽകും. റഷ്യ ചോദിക്കുന്നു, ഈ ബാഗ്രാം എയർപോർട്ടിൽ എങ്ങനെയാണ് ഇവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുക? കാരണം ഞങ്ങളല്ലേ നിർമ്മിച്ചേ, ശരിയല്ലേ? ആ ഒരു നീക്കത്തെ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് അവർക്ക് കണക്കാക്കാൻ കഴിയുമല്ലോ. അതെ.
തീർച്ചയായിട്ടും അങ്ങനെ കടന്നുകയറ്റമായിട്ട് കണക്കാക്കാം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചൈനയ്ക്ക് അമേരിക്ക അവിടെ രംഗപ്രവേശം ചെയ്യുന്നത് ഇഷ്ടമല്ല. കാരണം ചൈന അവിടെ ആധിപത്യം സ്ഥാപിച്ച് കയറുന്നത് നല്ലതാണ്. അങ്ങനെ ആധിപത്യം സ്ഥാപിച്ച് കയറിയില്ലെങ്കിൽ അമേരിക്ക അവിടെ ആധിപത്യം പുലർത്തുകയും അഫ്ഗാനിസ്ഥാനിൽ വലിയ മേധാവിത്വം ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ചൈന അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനും ചൈന വരുന്ന താല്പര്യം, കാരണം തൊട്ടടുത്ത അയൽ രാജ്യമാണ്. ഒരു സാമ്പത്തിക സഹായത്തിനോ അല്ലെങ്കിൽ മറ്റ് സൈനിക സഹായത്തിനോ ഇവരെ ഡിപ്പെൻഡ് ചെയ്യാം. അമേരിക്ക വന്നു കഴിഞ്ഞാൽ അവിടെ ഏഷ്യയിൽ ഒരു താവളം ഉണ്ടാക്കാനായിരിക്കും അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പോൾ ജോ ബൈഡൻ്റെ ഭരണകാലത്ത് എന്തിനാണ് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതെന്ന് ട്രംപ് വിമർശിക്കുന്നു. അത് തെറ്റായ നടപടിയാണ്, അത് തിരുത്താൻ വേണ്ടി ഞങ്ങൾ വരുന്നു, അതുകൊണ്ട് ബാഗ്രാം എയർബേസ് ഞങ്ങൾക്ക് തിരിച്ചു വേണം. അഫ്ഗാനിസ്ഥാൻ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ അതൊരു യുദ്ധ പ്രഖ്യാപനമായിട്ട് ഞങ്ങൾ കാണും, ഞങ്ങൾ യുദ്ധരംഗത്തേക്ക് വരും. അപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് തെഹ്രിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന ഈ അതിർത്തി രേഖയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനം ഉണ്ടായത്. മാത്രമല്ല ഈ പാകിസ്ഥാനിലുള്ള ഈ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ താലിബാൻ എന്ന് പറയുന്നത് കൂടുതലും ഈ ഖൈബർ പഷ്തൂൺ നിവാസികളെന്ന് പറയാം. ഇതുകൂടാതെ ഉസ്ബക്ക് നിവാസികളുണ്ട്, തജിക്കിസ്ഥാൻകാരുണ്ട്, ചെച്ചിനികളുണ്ട്, അറബികളുണ്ട്. ഇവരെല്ലാം തന്നെ ഈ അഫ്ഗാനൊപ്പം നിലകൊള്ളുകയാണ്. ഇവിടെ അമേരിക്ക ഈ ബാഗ്രാം എയർപോർട്ടിൻ്റെ പേരിൽ അഫ്ഗാനെ കീഴടക്കാൻ ശ്രമിച്ചാൽ അതിനെ റഷ്യ എതിർക്കും. ഇന്ത്യ ന്യൂട്രൽ സ്വഭാവത്തിൽ നിൽക്കുമെങ്കിലും അഫ്ഗാനിസ്ഥാന് പരോക്ഷമായ പിന്തുണ നൽകും. ഇറാന് ഏതെങ്കിലും കാരണവശാൽ അമേരിക്കൻ നിലപാടുകൾ ഇന്ത്യക്കെതിരെ എടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഇറാനും രംഗത്ത് വരും. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ അഫ്ഗാനിസ്ഥാനും ഇറാനും ഇന്ത്യയും തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടാക്കി. ഇപ്പുറത്ത് സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു ബന്ധമുണ്ടാക്കിയത് അമേരിക്കയുടെ പ്രേരണ ഉണ്ടാകും. അമേരിക്കയ്ക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വ്യക്തമായ താല്പര്യമുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയും. കാരണം ഇന്ത്യ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഏത് അവസരവും അമേരിക്ക മുതലാക്കും. അതെ, ഇപ്പോൾ തുർക്കി അതുപോലെ അറബ് നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് വലിയ സഖ്യം ഉണ്ടാക്കി ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇവിടെ പാകിസ്ഥാൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളൊരു പ്രൊട്ടക്ടറായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായി രാഷ്ട്രീയമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് കുറച്ച് സഹായം കിട്ടും. സാമ്പത്തിക സഹായമാണ് അവർ ലക്ഷ്യമുണ്ട്. ഇത് മാത്രമല്ല, പണ്ട് ഈ മക്കയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഈ പാകിസ്ഥാൻ കമാൻഡോസ് അവിടെ ചെന്ന് സഹായമൊക്കെ ചെയ്തു കൊടുത്തു. പിന്നീട് സൗദി അറേബ്യൻ പട്ടാളത്തിന് പാക് കമാൻഡർ നേരിട്ട് ചെന്നിട്ട് സൈനിക പരിശീലനം നൽകി. അങ്ങനെ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ കാലങ്ങളായിട്ട് ബന്ധമുണ്ട്. പാകിസ്ഥാനിൽ ആണവ കേന്ദ്രം നിർമ്മിക്കുന്നതിന് സാമ്പത്തികമായിട്ട് സഹായിച്ചതും സൗദി അറേബ്യ. ഇവിടുത്തെ പ്രശ്നം അമേരിക്ക ഈ ഗൾഫ് രാജ്യങ്ങളെ എന്നും സഹായിക്കില്ല എന്ന് സൗദി തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് UAEയും ഖത്തറും സൗദി അറേബ്യയും ഒക്കെ തന്നെ ഇത്തരത്തിലൊരു സഖ്യത്തിലേക്ക് പോകുന്നത്. അവർ തീരുമാനിച്ചെന്താ, ഒരു അറബ് സൈനിക സഖ്യം ഉണ്ടാക്കണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും സൗദിയും തമ്മിലൊരു സഖ്യം ഉണ്ടാക്കി എന്ന് ഒഴിച്ചാൽ ആരും ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല. ഇവിടെ ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അല്ലെ കാരണം. അങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഏഷ്യയിലെ ഈ ശാക്തിക ചേരികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ബന്ധം വിള്ളലുണ്ടായിരുന്നു. ആ വിള്ളലുണ്ടായ സമയത്ത് ഇന്ത്യ അവിടെ കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശിച്ചപ്പോഴാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത്. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവരുടെ യുദ്ധവിമാനങ്ങൾ വന്നാണ് സ്വീകരിച്ചുകൊണ്ട് പോയത്. അപ്പോൾ വലിയ സ്വീകരണം നടത്തി, ട്രേഡ് മെച്ചപ്പെടുത്തി, നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇടിച്ചു കയറി പറയുന്നു ഞങ്ങളും സൗദിയും തമ്മിലാണ് ഇനി കൂട്ട്, അറബ് രാജ്യങ്ങളുമായിട്ട് ഞങ്ങളാണ് കൂട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനെതിരെ തിരിഞ്ഞാൽ, ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങൾ ഇറാനും ഇന്ത്യയും ഒപ്പം തന്നെ ഈ അഫ്ഗാനുമായിരിക്കും. കൂടാതെ ഇസ്രായേലിൻ്റെ ബാഹ്യമായ പിന്തുണയുമുണ്ട്. ഇവിടെ ഒരു കാരണവശാലും അഫ്ഗാനിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കില്ല എന്ന് താലിബാൻ ഭരണകൂടം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. പിന്തുണയുമായിട്ട് റഷ്യയുണ്ട്. ചൈന ഓൾറെഡി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ വലിയ നിക്ഷേപം നടത്തി. ഇന്ത്യക്ക് എത്രയോ കാലമായിട്ട് താലിബാനുമായിട്ട് ബന്ധമുണ്ട്. അപ്പം പ്രത്യക്ഷത്തിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനും ഒരു സഖ്യമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നു. സൗദിയും പാകിസ്ഥാനും ചേർന്ന് ഇവരെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ എത്രത്തോളം വില പോകുമെന്നറിയില്ല. ഇവിടെ നിർണായകമാകുന്നത് ഈ ബാഗ്രാം എയർബേസ് അമേരിക്ക തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം അങ്ങനെ പാകിസ്ഥാനെ വെച്ച് അമേരിക്ക നടത്തിയാൽ താലിബാൻ അതിനെ തിരിച്ചടിക്കും. പിന്തുണയുമായിട്ട് റഷ്യൻ സൈന്യമെത്തും. ഒപ്പം ചൈനയുടെ ആധിപത്യം ഏത് നിമിഷവും ഉണ്ടാകാം. അപ്പോൾ ഈ ഏഷ്യൻ ശക്തികളിൽ മാത്രമല്ല യൂറോപ്യൻ മേഖലകളിലും ശാക്തിക ചേരികളിൽ ഒരു അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.